സാർ, യേശുവിനെ ക്രൂശിക്കാൻ പടയാളികൾക്കും ആൾക്കൂട്ടത്തിനും വിട്ടുകൊടുത്തതിന് ശേഷം, വിധിന്യായം പറഞ്ഞതിന് ശേഷം പീലാത്തോസ് ചെയ്തത് കൈ കഴുകി. എന്നിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്കൊരു പങ്കുമില്ല. ബഹുമാന്യരായ ഭരണകക്ഷി അംഗങ്ങൾ ഇവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് പീലാത്തോസിനെയാണ് ഓർമ്മ വന്നത്. ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത ആളുകൾ ഇപ്പോൾ നിയമസഭയിൽ വന്ന് പറയുകയാണ് അദ്ദേഹം നീതിമാനായിരുന്നു, ആ നീതിമാന്റെ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പറയുന്നത്. സോളാറായിട്ട് ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ്. ഒരു അക്ഷരം പോലും പിണ്ടിയിട്ടില്ല. നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നി നോക്കിക്കൊണ്ട് ആരെയും കണ്ടില്ല. ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരും വന്നില്ല താനും. ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ്. അത് ഇന്ന് തെറ്റായി പോയി, അദ്ദേഹത്തിന് വിഷമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചു, കുഞ്ഞിന് ഒത്തിരി വ്യക്തിബന്ധങ്ങളുണ്ടല്ലോ എല്ലാ മേഖലയിലും, ആരും കുഞ്ഞിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ. ഇന്നെനിക്ക് ഒരുപാട് ദൈവത്തെ പോലെ ഉമ്മൻചാണ്ടിയെ കാണുന്നു, അതുപോലെ എന്നെയും കാണുന്നു. ഒരുപാട് പേര് മുത്തം തരുന്നു, സ്നേഹിക്കുന്നു. അത് വലിയ ആ പ്രാവ് എനിക്ക് ഒത്തിരി ഊർജ്ജം തരുന്നു. പക്ഷേ ഞങ്ങൾ അനുഭവിച്ചൊരു അനുഭവിപ്പിൽ ഞാൻ പറഞ്ഞു, നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. ആരെങ്കിലും സഹതാപം തോന്നുമെന്ന് ആർക്കും തോന്നിയില്ല. ആരെങ്കിലും ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ചു, ആരും ആശ്വസിപ്പിച്ചില്ല. ഞാനും കുടുംബം അനുഭവിച്ച പേര് ചാണ്ടി ഉമ്മൻ ഡൽഹിയിൽ നിന്ന്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ടെത്താനാവാതെ ഹൈക്കമാൻഡ് കുറേ ദിവസങ്ങളായി കടന്നുകൊണ്ട് നെട്ടോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മഹാഭൂരിപക്ഷം ജനങ്ങളും UDF-ന് വലിയൊരു മേൽക്കൈ നൽകിയിട്ടും, അതായത് ഏകദേശം 4/3 അടുത്ത് ഭൂരിപക്ഷം നൽകിയിട്ടും മുഖ്യമന്ത്രിയെ മാത്രം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്നിരുന്ന മറ്റ് പല സംസ്ഥാനങ്ങളിലും, പശ്ചിമ ബംഗാൾ ആയിക്കോട്ടെ, ആസാം ആയിക്കോട്ടെ, തമിഴ്നാടായിക്കോട്ടെ, അവിടെയെല്ലാം മുഖ്യമന്ത്രിമാരായി കഴിഞ്ഞു. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഭൂരിപക്ഷം പോലും ഇല്ലാതിരുന്നിട്ട് കൂടിയാണ് അവിടെ ഇപ്പോൾ ഓൾറെഡി സർക്കാർ അധികാരത്തിലേക്ക് കയറിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രം ഈ 4/3 ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. 3 മുഖ്യമന്ത്രിമാർ കിടന്നുകൊണ്ട് കടിപിടി കൂടിക്കൊണ്ട്. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ഉം BJP-യും കോൺഗ്രസും ഏതെല്ലാം രീതിയിലാണോ കടിപിടി കൂട്ടുന്നത്, അതിന് സമാനമായ രീതിയിൽ UDF-ൽ തന്നെ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ തന്നെ 3 വിഭാഗമായിട്ട് തിരിഞ്ഞുകൊണ്ട് കടിപിടി കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആ കടിപിടിയിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ പിണറായിസ്റ്റ് വിഭാഗം അവരുടേതായ രീതിക്ക് അവർ കിടന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചിന്താ ജെറോമിൻ്റെ വലിയ ഡോക്ടറേറ്റൊക്കെ ഉണ്ടെന്ന് പറയുന്ന CPM-ൻ്റെ അല്ലെ പിണറായിസ്റ്റിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വനിതാ വിഭാഗ നേതാവായിട്ടുള്ള കൊല്ലംകാരിയായിട്ടുള്ള ചിന്താ ജെറോം ഏറ്റുപാടിയ മുദ്രാവാക്യത്തിന് സമാനമായിട്ടുള്ള പ്രവൃത്തി പിണറായിസ്റ്റുകൾ വളരെ ശക്തമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പിണറായിസ്റ്റുകളിലെ കാറ്റ് പോയ ബലൂണിൻ്റെ അവസ്ഥയായിരുന്നു. ഒന്ന് പ്രതികരിക്കാൻ പോലും കെൽപ്പില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസരമെങ്കിലും വീണ് കിട്ടിയത്. അതായത് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് വിഭാഗത്തിൽ ഈ 3 നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഈ കടിപിടി ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയ സാഹചര്യത്തിൽ അതിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറി ആ ഒരു കാര്യം കോൺഗ്രസിൻ്റെ പലരും സൂചിപ്പിച്ചിരുന്നെങ്കിൽ പോലും കൂടെ ശക്തമായിട്ട് ആ കാര്യം ആവർത്തിച്ച് വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ മഹാനായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ശ്രീമാൻ ചാണ്ടി ഉമ്മൻ തന്നെയാണ് ആ കാര്യം അത് പൊതുസമൂഹത്തിനോട് പറഞ്ഞിരുന്നത്. അതായത് ഇതിനിടയിൽ പിണറായിസ്റ്റ് വിഭാഗത്തിലെ ചില ഞാഞ്ഞൂലുകൾ നുഴഞ്ഞു കയറിക്കൊണ്ട് ഇതിനിടയ്ക്ക് പണിയെടുക്കുന്നുണ്ട്. അത് വളരെ കരുതലോടെ നമ്മൾ കാണേണ്ടതാണ്, കോൺഗ്രസ്സുകാർ വളരെ കരുതലോടെ കാണേണ്ടതാണെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതാരും അത്ര ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അനുഭവത്തിൽ ആ ഒരു സംഭവം തെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ കണ്ടല്ലോ, തൃശ്ശൂർ വാടാനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ CPM-കാരനായിട്ടുള്ള ഒരു അവിടുത്തെ പ്രാദേശിക ആയിട്ടുള്ള ഒരു നേതാവ് അരവശ്ശേരി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി
പാതിരാത്രി സമയത്തോടടുത്ത് KC വേണുഗോപാലിന് വേണ്ടിയിട്ട് KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടൊരു ഫ്ലക്സ് ബോർഡ് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. അത് അയാൾ രാത്രി കൊണ്ട് സ്ഥാപിച്ച് ആരും അറിയില്ല കാണില്ല എന്നൊക്കെ കരുതിയായിരുന്നു കൊണ്ട് ചെയ്തത്. പക്ഷേ കുരുത്തം പോലെ CCTVയിൽ അത് പിടികൂടി. അവസാനം അദ്ദേഹം കുറ്റസമ്മതം വരെ നടത്തിയിരിക്കുക. പക്ഷേ അപ്പോഴും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് CPM എന്ന പാർട്ടിയുടെ അറിവോട് കൂടിയാണ് ഞാനിത് ചെയ്തതെന്ന്. CPM എന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പിണറായി വിജയനും MA ബേബിയും ഒക്കെ ഉൾപ്പെട്ടതാണ് CPM എന്ന പ്രസ്ഥാനം. അല്ലാതെ ഈ അരവശ്ശേരി മുഹമ്മദിൻ്റെ മാത്രം വീട്ടിലുള്ള ഒരു പാർട്ടിയല്ല CPM എന്ന് പറയുന്നത്. അപ്പം CPM എന്ന പാർട്ടിയുടെ അറിവോട് കൂടിയാണ് ഞാനിത് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ CPMൻ്റെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കൗൺസിലർ ആയിട്ട് ഇപ്പം നിലവിൽ ജയിച്ചു വന്നിരിക്കുന്ന ഒരു കക്ഷി കൂടിയാണ് ഇടതുപക്ഷത്തിൻ്റെ തന്നെ. അപ്പോൾ അത് കൃത്യമായിട്ട് പിടികൂടുകയും ചെയ്തു. അയാൾ അത് അംഗീകരിക്കുകയും ചെയ്തു. കാരണം താൻ തന്നെയാണ് അത് ചെയ്തത് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പൊതുസമൂഹത്തോട് പറയുകയും ചെയ്തു. പക്ഷേ ആ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് CPMൻ്റെ അറിവോട് കൂടിയാണ് ഞാനിത് ചെയ്തതെന്ന്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ 3 മുഖ്യമന്ത്രിമാർക്ക് വേണ്ടിയിട്ടുള്ള മുറവിളിയിൽ സോഷ്യൽ മീഡിയയിൽ VD സതീശന് വേണ്ടിയിട്ട് കണ്ടമാന ആളുകൾ ഇപ്പോൾ കയറി കിടന്നുകൊണ്ട് സോഷ്യൽ മീഡിയ ആയിട്ടുണ്ട് നിരങ്ങി മറിയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇപ്പോൾ പലരും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള CPMകാരാണ്. അതായത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ CPM അനുഭാവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിസ്റ്റുകൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം CPMകാരൊക്കെ വളരെ സത്യസന്ധരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഈ പിണറായിസ്റ്റുകൾ കുറേ വിഭാഗം. അതുകൊണ്ടാണ് ചിന്താ ജെറോമിൻ്റെ മുദ്രാവാക്യത്തിന് പ്രാധാന്യം കൂടി വരുന്നത്. ചിന്താ ജെറോമിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുമ്പോൾ പലരും ധരിക്കുമായിരിക്കും ഇത് ഏത് മുദ്രാവാക്യമാണെന്ന്. അതായത് വീണ ജോർജ്, ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 2 യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കരിങ്കൊടി കാണിട്ട് ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു 4 മീറ്റർ അകലെ അവരുടെ കരിങ്കൊടി കണ്ടപ്പോഴത്തേക്കും വീണ ജോർജിൻ്റെ കഴുത്തൊടിഞ്ഞ സംഭവമൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു വിഷയം സംബന്ധിച്ചിട്ട് പിണറായിസ്റ്റുകൾ കേരള സമൂഹത്തിൽ കേരളത്തിൽ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയും കാട്ടിക്കൂട്ടിയ ആഭാസ നാടകങ്ങളുടെ ഫലമായിട്ട് ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടത്തിയ ഒരു മുദ്രാവാക്യ പ്രകടനമുണ്ടായിരുന്നു. അതായത് അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ ഡാഷുകളെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു പ്രവൃത്തിയാണ് അവർ തന്നെ കാണിക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായൊരു തെളിവാണ് ഈ തൃശ്ശൂർ വാടാനപ്പള്ളിയിൽ ഈ അരവശ്ശേരി മുഹമ്മദ് കാട്ടിയത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ. ഇങ്ങനെ ഇപ്പോൾ പലരും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയും ഈ VD സതീശനൊക്കെ വേണ്ടിയിട്ട് മുദ്രാവാക്യം മുഴക്കുന്നു, അല്ലെങ്കിൽ VD സതീശന് വേണ്ടിയിട്ട് അവർ സന്ദേശങ്ങൾ അയക്കുന്നു എന്നുള്ള ലേവലിൽ കയറി കൂടിക്കൊണ്ട് കാട്ടിക്കൂട്ടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ VD സതീശന് അത് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. VD സതീശന് വേണ്ടിയിട്ട് ഈ ഇത്തരക്കാർ ഇങ്ങനെ വലിയ ആർമാദിക്കുമ്പോൾ പകരം അവർ മറ്റൊന്നും കൂടി അവിടെ ചെയ്യുന്നുണ്ട്. അതായത് KC വേണുഗോപാലിനെ വളരെയധികം മ്ലേച്ഛമായിട്ട് ചിത്രീകരിക്കുക, അതുപോലെ രമേശ് ചെന്നിത്തലനെ അതിനേക്കാളും താറടിച്ച് ചിത്രീകരിക്കുക എന്നുള്ളത്. കാരണം ഇത് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ 3 പേരും കൂടി തമ്മിൽ തള്ളണം. ഈ 2 ആട്ടമുട്ടന്മാരെ കൂട്ടിയടിപ്പിച്ചിട്ട് നടുക്ക് നിന്ന് ചോര പിടിക്കുന്ന ചെന്നായുടെ ഒരവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഏതാണ്ട് അതിന് സമാനമായിട്ടാണ് ഈ പിണറായിസ്റ്റുകൾ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് തിരിച്ചറിയാനായിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് സാധിക്കുന്നില്ല? അതിനേക്കാളെല്ലാം ഉപരി ഹൈക്കമാൻഡ്, നമ്മളെപ്പോഴും പറയുന്ന ഈ ഹൈക്കമാൻഡിന് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? ഇവരെ എന്തിൻ്റെ ഹൈക്കമാൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇത്രയും 4ൽ 3 അടുത്ത് ഭൂരിപക്ഷം കിട്ടിയിട്ടും ആ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഈ ഭരണ നേതൃത്വത്തിന് ഒരു നാഥനെ കണ്ടെത്താനാവാതെ കിടന്ന് ഉഴലുന്ന ഒരു ഹൈക്കമാൻഡ്. ഈ ഹൈക്കമാൻഡിന് തന്നെ വേണം ഇപ്പോൾ ബിഗ് സല്യൂട്ട് കൊടുക്കാൻ. എന്താണെങ്കിലും പൊതുസമൂഹം ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് എന്ന് മാത്രം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നന്ദി.